ഡൽഹിയിലെ തന്റെ ആദ്യ റാലി രാത്രി 7:30 തുടങ്ങാനിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. തിരഞ്ഞെടുപ്പിന്റെ ആവേശം കേന്ദ്രത്തിന്റെ നെറുകയിലെത്തിയിട്ടും രാഹുൽ ഗാന്ധി എന്തേ വരാത്തതെന്ന ചോദ്യമായിരുന്നു ഉയർന്നത്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് രാഹുൽ എത്തുന്നത്. തന്റെ റാലി സീലാപൂരിൽ നിന്നും തുടങ്ങുവാനാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് തുടക്കം സീലാപൂർ എന്നാണ് പല രാഷ്ട്രീയക്കാരും ഇപ്പോൾ ചോദിക്കുന്നത്. എല്ലാവരും അക്കാര്യത്തിൽ ആകാംക്ഷയിലുമാണ്. അങ്ങനെ ഒന്നും കാണാതെ രാഹുൽ ഇറങ്ങില്ല എന്നത് നന്നായി അറിയാവുന്നവർ വലിയ പ്രതീക്ഷയിലുമാണുള്ളത്. വടക്കു കിഴക്കൻ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന സീലാപൂർ വൈവിധ്യമാർന്നതും ജനസാന്ദ്രതയുമുള്ളതുമായ ഭൂപ്രകൃതിയുള്ള ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ഈ ഗണ്യമായ മുസ്ലിം വോട്ടർമാരാൽ അടയാളപ്പെടുത്തുന്ന മണ്ഡലം കൂടിയാണ് ഇത് എന്നതാണ് പ്രത്യേകത. ഈ കഴിഞ്ഞ 2 സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി നേരിട്ട ഒരു നഗരത്തിൽ പ്രധാന വോട്ടർ അടിത്തറകളുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാനും അതിന്റെ സ്ഥാനം പുനർനിർമ്മിക്കാനുമുള്ള കോൺഗ്രസിന്റെ ഉദ്ദേശത്തെ ഈ തിരഞ്ഞെടുപ്പ് അടിവരയിടുകയാണ്. കോൺഗ്രസിന്റെ അടിത്തറയുമായി ആഴത്തിലുള്ള ബന്ധങ്ങളുള്ള സീലാംപൂർ ചരിത്രപരമായി കോൺഗ്രസിന്റെ കോട്ട തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് ഈ വേദി തിരഞ്ഞെടുക്കുന്നത് നഷ്ടപ്പെട്ട നില തിരിച്ചുപിടിക്കാനും വോട്ടർമാരുടെ ആശങ്കകൾ നേരിട്ട് പരിഹരിച്ച് അവരുടെ വിശ്വാസം വീണ്ടെടുക്കാനുമുള്ള ആസൂത്രിത നീക്കമാണെന്ന് വിലയിരുത്താം. തലസ്ഥാനത്തെ 70 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരുള്ളത് സീലാംപൂരിലാണ്. ഇത് വോട്ടർമാരിൽ 55 മുതൽ 60% വരും. ഈ ജനസംഖ്യാപരമായ സ്വഭാവം ചരിത്രപരമായി അതിനെ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാക്കി മാറ്റി. എന്നിരുന്നാലും സമീപ വർഷങ്ങളിൽ ആം ആദ്മിക്കും ഈ പ്രവണതയെ തകർക്കാൻ കഴിഞ്ഞു എന്നത് മറ്റൊരു സത്യമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ പുഷ്പം പോലെ ആം ആദ്മി ജയിച്ചും കയറി. സീലാംപൂരിലെ രാഷ്ട്രീയ ഗതിവിധികൾ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുമുണ്ട്. പ്രദേശത്തെ പ്രമുഖരും മുൻ കോൺഗ്രസ് നേതാവുമായ ചൗധരി മദീൻ അഹമ്മദ് AAPയിലേക്ക് കൂറുമാറി. അദ്ദേഹത്തിന്റെ മകൻ ജുബൈർ അഹമ്മദ് ഇപ്പോൾ AAPയുടെ ബാനറിലാണ് മത്സരിക്കുന്നത്. അതേസമയം നിലവിലെ AAP MLA അബ്ദുൾ റഹ്മാൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് കോൺഗ്രസിൽ ചേർന്ന അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പിലും 3 വ്യത്യസ്ത സ്ഥാനാർത്ഥികളെ നിർത്തുക എന്ന AAPയുടെ തന്ത്രം അതിന്റെ മുൻ വിജയിച്ച MLAമാർ ഇപ്പോൾ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിന് വഴിവെച്ചു. വലിയ രാഷ്ട്രീയ തന്ത്രത്തിൽ സീലാംപൂരിന്റെ പ്രാധാന്യം ഈ മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധി തന്റെ പ്രചാരണം ആരംഭിക്കാൻ തിരഞ്ഞെടുത്തത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ന്യൂനപക്ഷ സമുദായത്തിന് കോൺഗ്രസിന്റെ പ്രതിബദ്ധത ഉറപ്പു നൽകാനുള്ള സമയമായിട്ടാണ് ഈ നീക്കം കാണുന്നത്. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് മുന്നറിയിപ്പ് കൂടിയാണ് ഈ നീക്കം. വടക്കു കിഴക്കൻ ഡൽഹി, കിഴക്കൻ ഡൽഹി, ചാന്ദിനി ചൗക്ക് എന്നീ 3 നിർണായക ലോക്സഭാ മണ്ഡലങ്ങൾ തമ്മിലുള്ള വിടവ് നികത്തിക്കൊണ്ട് സീലാംപൂരിന് സവിശേഷമായ തന്ത്രപരമായ ഒരു സ്ഥാനം തന്നെയുണ്ട്. തലസ്ഥാനത്ത് പുനർജീവനം തേടുന്ന കോൺഗ്രസിന് ഈ ത്രികോണ മണ്ഡലങ്ങൾ ഒരു പ്രധാന യുദ്ധക്കളം സൃഷ്ടിക്കുകയാണ്. 3 ലോക്സഭാ സീറ്റുകൾ മാത്രമല്ല, സീലാംപൂർ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ ഒരു കേന്ദ്ര ബിന്ദു കൂടിയാണ്. പ്രത്യേകിച്ചും ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള ഗണ്യമായ മുസ്ലിം ദളിത് ജനസംഖ്യ കാരണം ചരിത്രപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പിന്തുണ ഏകീകരിക്കാനുള്ള പ്രവണതയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ അവരെ നിർണായക ഘടകമാക്കി മാറ്റി. ഡൽഹിയിലെ ഈ സമുദായങ്ങളിൽ 30%-ലധികം വരുന്ന വോട്ട് ബാങ്കിനെ കുറിച്ച് ബോധവാനായ കോൺഗ്രസ് ഈ ജനസംഖ്യാപരമായ നേട്ടം പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിടുകയാണ്. ഈ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സമുദായ കേന്ദ്രീകൃത സഖ്യങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ദേശീയ തലസ്ഥാനത്ത് വീണ്ടും കാലുറപ്പിക്കാൻ കാരണമാകും.